അവേ ഊയ് അവേ അപ്പോൾ ഓ കേട്ടോ ഇപ്പം നമ്മളെ വാവ കുമ്പിടൽ തുടങ്ങി കേട്ടോ. അപ്പോൾ റമീസ് ഇവിടെ കച്ചവടം. റമീസ് ഗസ്റ്റുകളോട് പ്രൊഡക്റ്റ് വാങ്ങിയ പൈസ വാങ്ങരുത്. അതുപോലെ നാദാപുരത്തുനിന്ന് വന്നതല്ലേ അല്ലേ? നീ ഫോർച്യൂണർ കണ്ടറിഞ്ഞ പ്രൊഡക്റ്റ് എല്ലാം എടുത്ത് പുറത്ത് വെച്ചല്ലേ? ഇവളാണ് മാർക്കറ്റിങ്ങിന്റെ ആള്. അല്ല നിങ്ങളൊന്ന് വീഡിയോ കാണിക്കണോ? ഇപ്പൊ ഓക്കെ ആയാ? ഓ ജമീലും കദീശെല്ലാം പറഞ്ഞിട്ടുണ്ടാവും എൻ്റെ മോളെ ഇനിയെന്താ വരാത്തതെന്നില്ലേ? അപ്പോൾ കുഞ്ഞാലിക്ക അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ വാവേനെ കാണാൻ വന്നതാണ്. നാദാപുരം. നിങ്ങൾ തൂണേരി അല്ലേ? നാദാപുരം അങ്ങാടി തന്നെ അല്ലേ? ആപോലം. ആടെ ആവോലി എല്ലാം ഉണ്ടാകുന്ന സ്ഥലം. ഇത് കുഞ്ഞാലിക്കാരൻ്റെ മോളല്ലേ? പേര് ടുട്ടുമോൾ. ജസ്ലിയ. അപ്പം അത് മരുമോളാണ്. അവള് ക്യാമറയിൽ വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് മുഖം തിരിഞ്ഞ് നിൽക്കുന്നതാണ് കേട്ടോ. കച്ചവടം നടന്നില്ലേ? അത് എനക്കെന്തേണ്ടോ? വണ്ടി പോലെ അറച്ച് ചെയ്താ ഇതാ ഇലവ കണക്ക്. ഇനി എടുത്തിക്കില്ല ആളെ, ബേജാറാണ്ട. എന്താ ചെയ്യാ? താർപ്പതിൻ്റെ മോളിന്ന് വീണേ. എന്ത് ചെയ്യാൻ? ഈ ചപ്പെല്ലാം നിങ്ങൾ കൊണ്ടുപോയി ഇവിടെ ആടിന് വേണ്ടിയത്, അതുകൊണ്ട് എടുത്തോളാന്ന്. നിങ്ങൾ കൊണ്ടുപോയ പ്രശ്നമല്ലേ? അല്ലാത്ത വീലായി പോയിക്ക്. അസീച്ചാ എന്നാ അതല്ല ഇത് കച്ചവടം അല്ലെങ്കിൽ ധനസഹായോ? ഇതാ അത് പിടിച്ചേ. എന്നാ പോന്നാ കുറച്ചു നേരം കൂടി. നിങ്ങൾ വന്നേരം അനുഗ്രഹം പോലെ മഴ പെയ്താണ്ടാ അല്ലേ? ഇൻഷാ അല്ലാ വരുന്നുണ്ട്. നിങ്ങളെല്ലാം ആട് വേണ്ടല്ലേ? തലച്ചോറെല്ലാം റെഡിയാക്കി. ഇവളെ ആട് തിന്നൂല. ഇവള് പോത്താന്നല്ല മന്നെ ആട് വ്യാജായിട്ട് കൊടുക്കല. ഓല് പോന്നാന്ന് ഇടവലത്ത് തന്നെ ഓലിക്ക് തിരിയല്ല. അയൽവാസി ഓൻ കീഞ്ഞു പാഞ്ഞു എന്നെല്ലാം പറഞ്ഞാൽ തിരിയല്ല. ആശിച്ചാ നമ്മളെ ശരിയായ മലയാള ഭാഷ ഒന്നും ഓലിക്ക് അറിയല്ല. നാദാപുരത്ത് കുറച്ച് കൂടുതലാ വടേരനെ കാട്ടല്ലേ നീട്ടല് അല്ലേ? എന്തെന്ന് പിയാപ്പിളാന്നുണ്ട് നമ്മളെ നാട്ടിൽ വിളിക്കുന്ന പേരല്ലേ വിളിക്കല്ലേ? ഇവിടെ പേര് വിളിച്ചാ പ്രശ്നാ. ഇവിടെ പിയാപ്പിളാന്നാ വിളിക്കുക. പോന്നാല്ലേ? ഇനി പോന്നാ? ഇനി ഇവിടെ വെക്കുന്നോ? ഡാ ഇവിടെ വെക്കുന്നോ? എത്ര മണിക്കൂറാണ് ഇങ്ങെത്തുവേ? ഇങ്ങെത്തുക എത്ര മണിക്കൂറാ? 2 മണിക്കൂർ അല്ലേ? ആയിക്കോട്ടെ, ഇടയ്ക്കെല്ലാം ഇറങ്ങി അങ്ങോട്ട് വാ. പുല്ലാളൂര് ഇനി അടുത്ത ആണ്ടിലായിരിക്കും അല്ലേ? നിങ്ങൾ ഗൾഫിൽ പോയില്ലേ? ഇപ്പൊ അടുത്തെങ്ങാൻ പോന്നാ? ഓ അപ്പോൾ അവരിതാ പോവുകയാണ് കേട്ടോ. നാദാപുരം കാറ് പോയി. പിന്നെ അങ്ങനെ ഓല് പോയില്ലേ? അങ്ങനെ നാദാപുരത്തു നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കാണാൻ ചിലവരുണ്ട് വിളിച്ചിട്ട് ഞങ്ങളങ്ങ് ദൂരെ അല്ലേ, ഇയാളെങ്ങനെയാ വരുക? ഇവരെല്ലാം 2 മണിക്കൂർ ഓടിയിട്ട് വരുന്നേ. മനസ്സിലായ? പിന്നെ എന്താ പറയുക, അങ്ങനെ പറയരുതെങ്കിലും പറയാം. കുടുംബക്കാർ പോലും പലരും എത്തിക്കില്ല, ദൂരല്ലേന്ന് പറഞ്ഞിട്ട്. ഇവരൊന്നും നമ്മളെ വീഡിയോ കണ്ടിട്ട് നമ്മളെ അങ്ങനെ ഇഷ്ടപ്പെട്ട ആൾക്കാരാണ്. അങ്ങനെ വന്നതാണ് അല്ലേ? അതാ പറയുന്നത്, ചില സമയങ്ങളിൽ കുടുംബ ബന്ധങ്ങളെക്കാട്ടും പവറുണ്ടാവും ഇതേപോലെയുള്ള ബന്ധങ്ങൾക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട്. ഇവർ പരിചയപ്പെട്ടിട്ട് കുറച്ചായി. നമ്മളെ അതേ വടേര ഭാഷ, ആ സ്ലാങ് 2 വർഷമായില്ലേ? 1 വർഷമാ? 1 വർഷമായി. അപ്പോൾ നമ്മൾ പിന്നെ കഴിഞ്ഞ മെയിൽ അവരോട് പറഞ്ഞില്ലല്ലോ. ശരി, കഴിഞ്ഞ മെയ് കണ്ട് ഇമ്മയ്യാകുമ്പോൾ 1 കൊല്ലമായില്ലേ? അപ്പോൾ 1 വർഷത്തെ പരിചയമാണ്. ഇൻഷാ അല്ലാഹ്
അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. വേറെ ആൾക്കാരുണ്ട് ഇവിടെ. വേറെ ആൾക്കാരൊക്കെ വന്നില്ലേനോ? ഒരു നാദാപുരം റോഡുകാരും വേറൊരു ഉമ്മയൊക്കെ വന്നില്ലേനോ? ആ, അത് ഷാഹിദ് ഉമ്മ അല്ലേ? പിന്നെ അതുപോലെയുള്ള നാദാപുരം അതുപോലെ മറ്റേ പേരൊക്കെ മറന്നു കേട്ടോ. അങ്ങനെ കുറേ ആൾക്കാരൊക്കെ നാദാപുരം സൈഡിലുള്ളവരാട്ടോ കൂടുതൽ വരുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ആർക്ക് വേണമെങ്കിലും വരാം. സന്തോഷമേ ഉള്ളൂ. ഓക്കെ, വരുന്നേരം മുൻകൂട്ടി പറയണമെന്ന് മാത്രം. ഞാളിപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ. ഓക്കെ, എന്നാൽ പിന്നെ ഞാനിട്ട് ചോറ് തന്നിട്ട് ചോറ് എടുത്ത് വെക്കോളെ. എന്താ? അല്ല, അത് അന്നേരം ഓല മുമ്പെന്ന് പറഞ്ഞല്ലേ. വേഗം ചോറിങ് എടുക്കും. ആ, അല്ലാത്ത തീരല്ല. അപ്പൊ ഇതിന് തൂമെന്നാ ഇവിടെ പറയാ. തൂമെന്നാ മീസ് അറിയാ മയോണീസിന്? ഈ തൂമെന്ന് പറഞ്ഞാ അതിന്റെ അർത്ഥം ഉമ്മാന്റെ ഭാഷയാ അല്ലേ പൊതുവായിട്ടുള്ള ഭാഷയാ? അപ്പൊ ആരെയും ഗസ്റ്റ് വരുമ്പോ മന്തി എല്ലാം കിട്ടും അല്ലെ മീസ് നമുക്ക് അല്ലേ? ആദ്യം ബിയാപ്പിള വരുമ്പോ ഉണ്ടാവണ്ടേ? എന്തായാലും ഇപ്പം ബിയാപ്പിള വരുമ്പോ കോയിന്റെ വഴി തന്നെ ഓടല അല്ലേ? അപ്പൊ എന്തായാലും മന്തിയോ നല്ല ഫോറിൻ കോഴി പൊരിച്ചതാണ് ഒലിക്ക് കൊടുത്തത്. അവേ അവേ അപ്പോൾ കേട്ടോ. ഇപ്പം നമ്മളെ വാവ കുമ്പിടൽ തുടങ്ങി കേട്ടോ. അപ്പോൾ കുറച്ച് ആയില്ലേ? കുറച്ച് പ്രശ്ന എന്നാ ഫാൻ ഇട്ടോ. കുമ്പിടുന്നുണ്ടേ. കുമ്പിട്ട് കയ്യും താഴി കൊടുക്കണോ? വാ വാ ആവേ ആവേ. മാഷാ അല്ലാ. ഓരോ പ്രായത്തിലും കറക്റ്റ് ഓരോന്ന് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം വളരെ വലുതാ അല്ലേ? കൈയെല്ലാം റെഡിയല്ലേ? കയ്യും താക്കി വെക്കണോ? ഈ കൈ ഈ കൈ ഒറ്റ വെക്കല. ഇപ്പൊ കുറച്ച് കഴുത്തൊക്കെ കുറച്ചിക്കില്ല പിന്നോ. അവേ വെയിറ്റ് ഇല്ലായോ ഉണ്ടോ? ചബ്ബിയല്ല, ഓന്റെ ഇതിനുള്ള വെയിറ്റ് ഓനുണ്ട്. വെയിറ്റ് ഇല്ല എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഓൻ വെയിറ്റ് ഇല്ലായോ ഒന്നുമില്ല. അത് പറയുന്നവരോട് പോകാൻ പറ. ഇതാ ഏറ്റവും നമുക്ക് വിഷം പെരാന്ത് പിടിക്കുന്നതാ. വെയിറ്റ് ഇല്ലേ നല്ല മറ്റുള്ള ഓരോ ഡയലോഗ്. എന്തിനാ നിങ്ങളെല്ലാം അങ്ങനെ പറയുന്നല്ലേ? ചിലരെന്തോ നമുക്കൊരു വിഷമാ. കുട്ടിക്ക് തീരെ വെയിറ്റ് ഇല്ല അങ്ങനെ ചോദിക്കരുത് കേട്ടോ. സ്നേഹം കൊണ്ടാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ ഓനുള്ള വെയിറ്റ് ഓനുണ്ട്. ഓക്കെ, അതൊന്നും പ്രശ്നമില്ല. അപ്പോൾ വാവ ഇതാ അസുഖങ്ങളില്ലാണ്ടിരിക്കും. മുറ്റേ ചിക്കനാ? ചിക്കനില്ല ഇനി മറിയാനേ പറ്റൂ. തിരിയെ നമ്മളാക്കണം. എന്താ അതല്ല ഓരോ പ്രായത്തിൽ അതിനനുസരിച്ച് അപ്പാടങ്ങ് ചെയ്യലല്ല. പുതപ്പൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടാ കൂട്ടി വെച്ചിക്കേ. ഇത് കച്ചേട് ഏട്ടാ അവേ മിവാവേ വിളിച്ചാ നോക്കുവോ? മിവാവേ അവേ ഓയ് അവേ തിരിച്ചു കടത്തണം. ഇനി കുറച്ച് നേരം നിൽക്കുവോ? ഓനാണ്ടാകുമ്പോൾ ഓൻ കരയായിരിക്കും അല്ലേ? അവേ അതിനെന്താ നനക്കുവാനുണ്ട്. എസ്കേപ്പ് ആകുന്നൊന്നുമല്ല. എന്താ ഞാൻ നോക്കാത്ത വേണം അങ്ങനെ ഒരു പറയല്. ഞാൻ ബിസിയാന്ന് വെച്ചാൽ നിങ്ങളങ്ങ് കൊണ്ടുപോണ്ടേ വരയിലേക്ക്? ശ്രദ്ധിച്ചോ? ഇല്ലല്ലോ, നിങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുപോണ്ടേ? അതിന് വേണ്ടിയാ. പണി വേഗം തീർന്നാല് വർക്ക് നടക്കല്ലേ. അത് കഴിഞ്ഞാ പോവാ. ഇതാ നമുക്ക് പോണ്ടേ പുല്ലാലൂര്? നമുക്ക് പുല്ലാലൂര് പോണ്ടേ? ഇനി വെന്നുണ്ടോ? അതെ, ഓനവിടെ കണ്ടില്ലല്ലോ. ഓന് നല്ല ഊഞ്ഞാലൊക്കെ വാങ്ങണം. ഉള്ളില് കേറരുത് കേട്ടോ, ഒരു ചടങ്ങുണ്ട്. ഇതാന്നൊക്കെ പറഞ്ഞിട്ട് ആടെ പുറത്ത് വരെ പോന്നിട്ട് ആണ്.
അപ്പൊ ഞാൻ മുൻകൂട്ടി പറയാൻ എനിക്ക് അവിടെ ഉള്ളിൽ വരേണ്ട ആവശ്യമുണ്ട്. അതിന് ചടങ്ങ് കഴിയാണ്ട് ഇനി ഉള്ളിൽ കാറ്റൂല. ചടങ്ങ് ഇനി ഉള്ളിൽ എനിക്ക് ആടെ അലങ്കോലപ്പെടുത്തണമായിരിക്കും അല്ലേ? നല്ല നീറ്റിൽ നിൽക്കുന്ന പോരെയാ. ഇനി വന്ന ആടെ കച്ചറയാക്കാനാ? കുറച്ച് എന്റെ ഡ്രസ്സൊക്കെ ഉണ്ടോന്ന്. ആടെ ഡ്രസ്സൊന്നും ഇല്ല, എല്ലാം പുതിയ. എല്ലാം ഇനി എടുത്തില്ലേ? ഇനി എന്ത് ഡ്രസ് ഉണ്ടാകാൻ? അവിടെ വന്നാൽ എന്റെ ഉമ്മാനെ കൊണ്ടൊരു രക്ഷയില്ല മിവാവേ. എന്റെ നമ്മൾ ചെയ്യുക അങ്ങനെ പറയരുത് എന്നാ കുട്ടികളോട് ഒരിക്കലും. ഉമ്മ ഒരു മണ്ടീന്നൊന്നും പറയരുത്. അപ്പോൾ കുട്ടികൾക്ക് ഉമ്മമാരെ റെസ്പെക്റ്റ് ഉണ്ടാവില്ല. അതുപോലെ ഉപ്പമാരെ കുറിച്ച് മക്കളോട് ഉമ്മയും പറയരുത്. ഉപ്പ എന്തോ ഒരു സാധനം അതിനെ കെട്ടിയാലും തൊട്ട് എൻ്റെ ജീവിതം നശിക്ക് അങ്ങനെയെല്ലാം പറയില്ല ചില പെണ്ണുങ്ങൾ. അങ്ങനെയൊന്നും കുട്ടികളാകുമ്പോൾ ഒരിക്കലും പറയരുത്. അപ്പോൾ പരസ്പരം ഉമ്മാനോട് ഉപ്പാനോടുള്ള റെസ്പെക്റ്റ് പോയി പോകും. കുട്ടികളാകുമ്പോൾ എപ്പോഴും നല്ല സ്നേഹത്തിലും നല്ല റെസ്പെക്റ്റിലും ആ രീതിയിൽ തന്നെ ആയിരിക്കണം. അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. ഏടാ ഓയ് അവേ ആയോ? ഇനി എടുത്ത ആളാണോ? ഓനെ എണീച്ച് പോവാൻ നോക്കുന്ന. എടാ നീ ക്ഷീണിച്ചോ? നീ ക്ഷീണിച്ചിക്കോ? ഫേനിടണോ? ഫേനിട്ടാണോ? ഫേനിട്ടേ ഹായ് ഗേഷ് എന്ന് പറ. അവേ ഹായ് ഹായ് ഗേഷ് ഹലോ എന്ന് പറ. എടാ ഓന് നമ്മൾ ഫോണിൻ്റെ ഡിസ്പ്ലേ കാണിക്കാറില്ല കേട്ടോ. ഇങ്ങനെ പിടിച്ചിട്ടേ ഫോൺ എടുക്കാറുള്ളൂ. ഇങ്ങനെ കാണിക്കാതിരിക്കണം എന്നാണ് ഒരാഗ്രഹം അല്ലേ? അതെ, എന്തായാലും ഫോണ് നോക്കുക. കുട്ടികൾ സ്ക്രീന് കാണിക്കരുത്. സ്ക്രീന് കാണരുത്. ഇങ്ങനെ കണ്ടാ പ്രശ്നമില്ല. അങ്ങനെ എടുക്കണ്ട. ശ്രദ്ധിക്കുക മാക്സിമം. ചെറിയ മക്കളെല്ലാം ഫോണിങ്ങനെ അഡിക്ഷനായിട്ട് ഓരോ ഉമ്മമാരിങ്ങനെ കരയുമ്പോൾ ഫോൺ കൊടുക്കുന്നതാണ്. ഓലിക്ക് കളിപ്പിക്കാൻ കയ്യിലായിട്ട് നമുക്ക് കളിപ്പിക്കാവനാ. അല്ല ശ്രദ്ധിച്ചല്ലോ.